സിവിൽ ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിൻ്റെ MCQ ഡിസ്കഷൻ ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ടൈം ടേബിൾ പ്രകാരം എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടുള്ളൊരു ക്ലാസ്സാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും നോക്കാം അല്ലേ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ച് ഓപ്ഷനും നോക്കി നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. അങ്ങനെയാണല്ലേ നമ്മൾ കറക്റ്റ് പഠിച്ചിട്ടുണ്ടോ നമുക്ക് തന്നെ സ്വയം വിലയിരുത്താൻ പറ്റുക. ഒരു എക്സാം എഴുതുന്ന ആ ഒരു രീതിയിൽ തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനെ കാണുന്നതായിരിക്കും നന്നാവുക. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ്? കോഡ് ഓഫ് പ്രാക്ടീസ് ഫോർ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ഈസ്. എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൻ്റെ കോഡ് ഓഫ് പ്രാക്ടീസ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ IS 696 1972. ഓപ്ഷൻ ബി IS 969 1972. ഓപ്ഷൻ സി SP 36 1988. ഓപ്ഷൻ ഡി SP 46 1988 അല്ലേ. അപ്പം ഇതിൽ ഏതാണ് കോഡ് ഓഫ് പ്രാക്ടീസ് ഫോർ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൻ്റെ കോഡ് ഓഫ് പ്രാക്ടീസ് ഏതാണ് വരുന്നത്? അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ കുറച്ച് കോഡ് ഓഫ് പ്രാക്ടീസിൻ്റെ ഞാൻ പറയാം. നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കിട്ടുന്നുണ്ടോ നിങ്ങൾ നോക്കുക. അപ്പം ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു പോവാം അല്ലേ. അപ്പം ഡ്രോയിങ്ങിൻ്റെ ക്ലാസ് ആയിട്ട് നമ്മൾ റിവിഷൻ സീരീസിൽ ഷെയർ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസും അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് പോവാം. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഷോർട്ട് നോട്ടിലേക്ക് മാറ്റി എഴുതേണ്ടതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കോഡ് ഓഫ് പ്രാക്ടീസിൽ വരുന്നത് SP 46 1988 അല്ലേ. 1988 ഏതാണ് വരുന്നത്? എഞ്ചിനീയറിംഗ് പ്രാക്ടീസ് ഫോർ സ്കൂൾസ് ആൻഡ് കോളേജസിൻ്റെതാണ് ഈ ഒരു SP 46 സ്കൂൾസ് ആൻഡ് കോളേജസിൻ്റെതാണ് SP 46 1988 വരുന്നത്. പിന്നെ നമുക്ക് വേറെ നോക്കേണ്ട ഒരു കാര്യമാണ് IS 696 അല്ലേ. IS 696 1972 ആണ്. 1972 വരുന്നത് ഏതാണ്? കോഡ് ഓഫ് പ്രാക്ടീസ് ഫോർ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ആണ്. കോഡ് ഓഫ് പ്രാക്ടീസ് ഫോർ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എന്ന് പറഞ്ഞിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ IS 696 1972 ആണ്. പിന്നെ തേർഡ് വൺ നോക്കാനുള്ളത് IS 9609 അല്ലേ. 1983 ആണ് ഇയർ വരുന്നത്. ഇതാണ് സിംഗിൾ സ്ട്രോക്ക് ലെറ്റേഴ്സ് അല്ലേ. സിംഗിൾ സ്ട്രോക്ക് ലെറ്റേഴ്സിൻ്റെ IS കോഡാണ് ഇത് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്ന ഒന്നാണ് IS 10714 അല്ലേ. IS 10714 1983 ആണ് ഇയർ വരുന്നത്. ലൈൻസിൻ്റെതാണ് കേട്ടോ ഇതിൻ്റെത്. പിന്നെ നെക്സ്റ്റ് നോക്കാനുള്ള IS കോഡാണ് IS 1444 അല്ലേ. ഇത് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. ഡ്രോയിങ് ബോർഡിൻ്റെ IS കോഡാണ് ഇത് വരുന്നത്. അപ്പം ഇത്രയും IS കോഡെങ്കിലും ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മളത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള എന്താണ്? ഇത് നിങ്ങൾ ഷോർട്ട് നോട്ടിലേക്ക് എന്തായാലും മാറ്റി എഴുതേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്താണ് ഒന്നുകൂടെ പറയാം. SP 46 1988 എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് പ്രാക്ടീസ് ഫോർ സ്കൂൾസ് ആൻഡ് കോളേജസ് ആണ്. അതുപോലെ തന്നെ IS 696 1972 എന്ന് പറയുന്നത് കോഡ് ഓഫ് പ്രാക്ടീസ് ഫോർ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ആണ്. IS 9609 1983 എന്ന് പറയുന്നത് സിംഗിൾ സ്ട്രോക്ക് ലെറ്റേഴ്സിൻ്റെ IS കോഡാണ് വരുന്നത്. പിന്നെ IS 10714 1983 വരുന്നത് ലൈൻസിൻ്റെതാണ്. പിന്നെ IS 1444 വരുന്നത് ഡ്രോയിങ് ബോർഡ്സിൻ്റെ IS കോഡാണ് അല്ലേ. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോയാൽ ക്വസ്റ്റ്യനിൽ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ള എന്താണ്? കോഡ് ഓഫ് പ്രാക്ടീസ് ഫോർ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ആണ് അല്ലേ. ഒന്നുകൂടെ ഓപ്ഷൻ വായിക്കാം. ഇപ്പം നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടോ നോക്കുക. ഓപ്ഷൻ എ IS 696 1978. 696 1978 അല്ല അല്ലേ. ആണോ? ഏതാണ് ആൻസർ വരുന്നത്? അത് തന്നെയാണല്ലേ ആൻസർ വരുന്നത്. അപ്പം ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. IS 696 1972 ആണ് ആൻസർ വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളതിൽ വേറെ ഓപ്ഷൻസിൽ ഏതെങ്കിലും നിങ്ങൾക്ക് അറിയുന്നുണ്ടോ നോക്കുക. SP 46 നമ്മൾ പറഞ്ഞിട്ടുണ്ട്
SP46 എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് പ്രാക്ടീസിലെ എഞ്ചിനീയറിംഗ് പ്രാക്ടീസ് ഫോർ സ്കൂൾസ് ആൻഡ് കോളേജസ് ആണ് അല്ലേ. പ്രാക്ടീസ് ഫോർ സ്കൂൾസ് ആൻഡ് കോളേജസ് ആണ്. അപ്പം അത് നോക്കി വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് നമ്മൾ ഓപ്ഷൻ റിലേറ്റ് ചെയ്തിട്ടും കൂടെ കണക്ട് ചെയ്തിട്ട് പഠിക്കണം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയില്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. IS 696 1972 ആണ് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിന്റെ IS കോഡ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം അല്ലെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? ദ എഡ്ജ് ഓഫ് ദ ബോർഡ് ഓൺ വിച്ച് ടി സ്ക്വയർ ഈസ് മെയ്ഡ് ടു സ്ലൈഡ് ഈസ് കോൾഡ് അല്ലെ. നമ്മൾ ടി സ്ക്വയർ സ്ലൈഡ് ചെയ്യുന്ന ആ ഒരു എഡ്ജ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ടി സ്ക്വയറിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് അറിയാം. ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇതേ രീതിയിലുള്ളൊരു ടി ഷേപ്പിലുള്ള നമ്മൾ ഡ്രോയിങ് പാരലലും ഹൊറിസോണ്ടൽ ലൈൻസ് വരയ്ക്കേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് അല്ലേ. ഇതിനെയാണ് നമ്മൾ ടി സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. അപ്പം ടി സ്ക്വയറിൻ്റെ പാർട്സ് നോക്കുകയാണെങ്കിൽ ഈ ഒരു പാർട്ടിനെ അല്ലേ, ഈ ഒരു പാർട്ടിനെ നമ്മൾ പറയുന്നതാണ് സ്റ്റോക്ക് എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ ബോട്ടത്തിലുള്ള പാർട്ട് അല്ലേ, ബോട്ടത്തിലുള്ളതിനെ നമ്മൾ ബ്ലേഡ് എന്നാണ് പറയുക. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ആംഗിൾ വരുന്നത് 90 ഡിഗ്രി ആയിരിക്കും. ഈ ഒരു സ്റ്റോക്കും ബ്ലേഡും ഈ ഒരു ഹൊറിസോണ്ടലും വെർട്ടിക്കലും തമ്മിലുള്ളത് അല്ലേ, ആ ഒരു ആംഗിൾ വരുന്നത് 90 ഡിഗ്രി ആയിരിക്കും. പിന്നെ നമ്മൾ ഈ ഒരു വരയ്ക്കേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു എഡ്ജ് അല്ലേ, വരയ്ക്കേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു എഡ്ജാണ് വർക്കിംഗ് എഡ്ജ്. വർക്കിംഗ് എഡ്ജ് എന്നാണ് ഇതിനെ പറയുക. അപ്പം ഓർത്ത് വെക്കുക. നമ്മളുടെ അടുത്ത് ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് എന്താണ്? ദ എഡ്ജ് ഓഫ് ദ edge of the board അല്ലേ ഓൺ വിച്ച് ടി സ്ക്വയർ ഈസ് മെയ്ഡ് ടു സ്ലൈഡ് ഈസ് കോൾഡ്. ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ സ്ട്രെയിറ്റ് എഡ്ജ്, ഓപ്ഷൻ ബി കേർവ്ഡ് എഡ്ജ്, ഓപ്ഷൻ സി വർക്കിംഗ് എഡ്ജ്, ഓപ്ഷൻ ഡി ഷാർപ്പ് എഡ്ജ് അല്ലേ. ഏതാണ് ആൻസർ വരിക? ആൻസർ ഓപ്ഷൻ സി ആണല്ലേ വരിക, വർക്കിംഗ് എഡ്ജ് ആണ് ആൻസർ വരിക. ഈ ക്വസ്റ്റ്യൻ നമ്പർ 3 നോക്കുകയാണെങ്കിൽ the two parts of ടി സ്ക്വയേഴ്സ് ആണ് അല്ലേ. ടി സ്ക്വയറിന്റെ 2 പാർട്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ടങ് ആൻഡ് ഗ്രൂ, ഓപ്ഷൻ ബി ബ്ലേഡ് ആൻഡ് സ്റ്റോക്ക്, ഓപ്ഷൻ സി ടെയിൽ ആൻഡ് ബാറ്റൺ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് അല്ലേ. ഏതാണ് നമ്മളിപ്പോൾ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലേ. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് അല്ലേ. ബ്ലേഡ് ആൻഡ് സ്റ്റോക്ക് ആണ് ടി സ്ക്വയറിന്റെ പാർട്സ് എന്ന് പറയുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 4 നോക്കാം. ടു ഡ്രോ ഓർ മെഷർ ആംഗിൾ ഡാഷ് ഈസ് യൂസ്ഡ് അല്ലേ. നമ്മൾ ആംഗിൾ മെഷർ ചെയ്യാൻ അല്ലെങ്കിൽ വരയ്ക്കേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ് താഴെ തന്നിരിക്കുന്നതിൽ? ഓപ്ഷൻ എ സെറ്റ് സ്ക്വയർ, ഓപ്ഷൻ ബി ടി സ്ക്വയർ, ഓപ്ഷൻ സി പ്രൊട്രാക്ടർ, ഓപ്ഷൻ ഡി കോമ്പസ് അല്ലേ. ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ സി ആണ് അല്ലേ, പ്രൊട്രാക്ടർ ആണ് ആൻസർ വരുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 5 നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 5 എന്താണ് വരുന്നത്? ഫോർ ഡ്രോയിങ് ലാർജ് സൈസ് സർക്കിൾ ഡാഷ് ഈസ് അറ്റാച്ച്ഡ് അല്ലേ. എന്താണ് അറ്റാച്ച് ചെയ്യുക? ഓപ്ഷൻ എ സ്ട്രെച്ചിങ് ബാർ, ഓപ്ഷൻ ബി ലെങ്തനിങ് ബാർ, ഓപ്ഷൻ ഡി ലോങ് ബാർ, ഓപ്ഷൻ സി എക്സ്ട്രാ സർക്കിൾ അല്ലേ. അപ്പോൾ നമ്മൾ ലാർജ് സർക്കിൾ വരയ്ക്കേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ഉള്ളതിൻ്റെ കൂടെ എന്താണ് കൂടെ അറ്റാച്ച് ചെയ്യുക എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഏതാണ് ആൻസർ വരുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് അല്ലേ. ലെങ്തനിങ് ബാർ ആണ് നമ്മൾ അറ്റാച്ച് ചെയ്യുക. മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ, ഇതൊക്കെ ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ്സിൻ്റെ ഉള്ളതാണ് അല്ലേ. ലെങ്തനിങ് ബാർ ഉണ്ട്, അതുപോലെ തന്നെ കോമ്പസ്, ഡിവൈഡർ, ഇതൊക്കെ നമ്മൾ ആ ഒരു ഏരിയയിൽ നോക്കാനുള്ള കാര്യങ്ങളാണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 6 നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 6 എന്താണ് ചോദിച്ചിട്ടുള്ളത്? ബോ കോമ്പസ് ഈസ് യൂസ്ഡ് ഫോർ. ബോ കോമ്പസ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ ഡ്രോയിങ് വെരി ലാർജ് സർക്കിൾ, ഓപ്ഷൻ ബി ഡ്രോയിങ് ഇൻസ്ക്രൈബ്ഡ് സർക്കിൾ, ഓപ്ഷൻ സി ഡ്രോയിങ് വെരി സ്മോൾ സർക്കിൾ, ഓപ്ഷൻ ഡി ഡ്രോയിങ് ഇറഗുലർ സർക്കിൾ. അപ്പം ബോ കോമ്പസ് അല്ലേ, ബോ കോമ്പസ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക എന്നുള്ളത് ഓർത്ത് വെക്കുക. അത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പം ഏതാണ് ആൻസർ എന്നുള്ളത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ഏതാണ് ആൻസർ വരിക? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് അല്ലേ. ഡ്രോയിങ് വെരി സ്മോൾ സർക്കിൾ ആണ് ബോ കോമ്പസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓർത്ത് വെക്കുക. അറിയാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പോയി റിവൈസ് ചെയ്യണം കേട്ടോ ഒന്നുകൂടെ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 7 നോക്കാം. മെഷർമെന്റ് ഫ്രം ദ സ്കെയിൽ ടു ദ ഡ്രോയിങ്സ് ആർ ട്രാൻസ്ഫേർഡ് വിത്ത് ദ എയ്ഡ് ഓഫ് എ
ഓപ്ഷൻ എ കോമ്പസ്, ഓപ്ഷൻ ബി മിനി ഡ്രാഫ്റ്റർ, ഓപ്ഷൻ ബി ഡിവൈഡർ, ഓപ്ഷൻ സി മിനി ഡ്രാഫ്റ്റർ, ഓപ്ഷൻ ഡി ടി സ്ക്വയർ അല്ലേ. നമ്മൾ മെഷർമെന്റ് ഫ്രം ദ സ്കെയിൽ ടു ദ ഡ്രോയിങ്സ് ആർ ട്രാൻസ്ഫേർഡ് വിത്ത് ദ എയ്ഡ് ഓഫ് അല്ലേ. എന്തിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് നമ്മൾ മെഷർമെന്റ് ട്രാൻസ്ഫർ ചെയ്യുക? ഓപ്ഷൻസിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ നോക്കുക. സിമ്പിൾ ആണല്ലേ ക്വസ്റ്റ്യൻ. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് അല്ലെ. ഡിവൈഡർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡിവൈഡർ നമ്മൾ എന്തിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ഡയമെൻഷൻ, ക്വസ്റ്റ്യനിലുള്ള സെയിം സാധനം ട്രാൻസ്ഫർ ഡയമെൻഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഡിവൈഡ് ലൈൻ ടു ഈക്വൽ പാർട്സ് അല്ലെ. ലൈൻസിനെ ഈക്വൽ പാർട്സ് ആക്കിയിട്ട് മാറ്റാനും നമ്മൾ ഈ ഒരു ഡിവൈഡറിനെ യൂസ് ചെയ്യും. ഓർത്ത് വെക്കുക. ഡിവൈഡ് ലൈൻ ടു ഈക്വൽ പാർട്സ് എന്നുള്ളതും കൂടെ ഇവിടെ ഓർത്ത് വെക്കേണ്ട കാര്യമാണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 8 അല്ലെ. ക്വസ്റ്റ്യൻ നമ്പർ 8 എന്താണ് വരുന്നത്? ഫോർ ഡ്രോയിങ് തിൻ ലൈൻസ് ഓഫ് യൂണിഫോം തിക്നെസ് ദ പെൻസിൽ ഷുഡ് ബി ഷാർപ്പൻഡ് ഇൻ ദ ഫോം ഓഫ് അല്ലെ. ഡ്രോയിങ് തിൻ ലൈൻസ് ഓഫ് യൂണിഫോം തിക്നെസ് എന്നുള്ളതാണല്ലോ ഇവിടെ നോക്കേണ്ടത്. ഓപ്ഷൻസ് വായിക്കാം, ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഓപ്ഷൻ എ കോണിക്കൽ എഡ്ജ്, ഓപ്ഷൻ ബി ചിസൽ എഡ്ജ്, ഓപ്ഷൻ സി ബിവൽ എഡ്ജ്, ഓപ്ഷൻ ഡി സ്ട്രെയിറ്റ് എഡ്ജ് അല്ലേ. അപ്പോൾ നമ്മൾ പെൻസിലിൻ്റെ ഒരു കാര്യമാണല്ലേ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ ഏതാണ് ആൻസർ വരുന്നത്? തിൻ ലൈൻ വിത്ത് യൂണിഫോം തിക്നെസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ കോണിക്കൽ എഡ്ജ് ചോദിച്ചിട്ടുണ്ട്, ബിവൽ എഡ്ജ് ചോദിച്ചിട്ടുണ്ട്. ഓപ്ഷനിലുള്ള കാര്യമാണ് കേട്ടോ പറയുന്നത്. ചിസൽ എഡ്ജ് ഉണ്ട്, സ്ട്രെയിറ്റ് എഡ്ജ് ഒക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇത് ഇവിടെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം, എന്നിട്ട് ആൻസറിലേക്ക് വരാം അല്ലേ. അതായിരിക്കില്ലേ നന്നാവുക. അറിയാത്തവർക്ക് ഹെൽപ്ഫുൾ ആവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അറിയുന്നവരാണെങ്കിൽ നിങ്ങൾ ആൻസർ ചെയ്ത് പോയാൽ മതി കേട്ടോ. എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോവാം. അപ്പം ഞാൻ ഓരോന്നായിട്ട് പറയാം. ഫസ്റ്റ് നമുക്ക് കോണിക്കൽ എഡ്ജ് നോക്കാം. കോണിക്കൽ എഡ്ജുള്ള പെൻസിൽ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? കോണിക്കൽ എഡ്ജ് ആണെങ്കിൽ അത് നമ്മൾ യൂസ് ചെയ്യുന്നത് ലെറ്ററിങ്ങും അതുപോലെ തന്നെ ഫ്രീ ഹാൻഡ് ഡ്രോയിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ കോണിക്കൽ എഡ്ജ് ഉള്ളത് യൂസ് ചെയ്യുന്നത്. ഫ്രീ ഹാൻഡ് ഡ്രോയിങ്. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് വണ്ണാണ് ചിസൽ എഡ്ജ് അല്ലേ. ചിസൽ എഡ്ജാണ് പെൻസിലിനെങ്കിൽ, ചിസൽ എഡ്ജാണ് പെൻസിലിന് വരുന്നതെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ലോങ് തിൻ ലൈൻസ് അല്ലേ. ലോങ് തിൻ ലൈൻസ് ആയിരിക്കും. കാരണം കോണിക്കൽ എഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ വരച്ച് കഴിയുന്ന സമയത്ത് ഒരു സ്റ്റാർട്ടിങ് ലൈന് കറക്റ്റ് ഒരു പോയിന്റഡ് ആയിട്ടാണെങ്കിൽ പിന്നെ വരുന്ന സമയത്ത് ആ ഒരു ലൈനിൻ്റെ തിക്നെസ് മാറി വരും അല്ലേ. ഒരേ തിക്നെസ്സിൽ നമുക്ക് കോണിക്കൽ എഡ്ജ് കൊണ്ട് വരയ്ക്കാൻ പറ്റില്ല. മറിച്ച് ചിസൽ എഡ്ജ് ആണെങ്കിൽ വരയ്ക്കുമ്പം അത് സെയിം തിക്നെസ്സിൽ വരയ്ക്കാൻ പറ്റും അല്ലേ. ആ ഒരു കാര്യം ഓർത്ത് വെക്കുക. കോണിക്കൽ ആണെങ്കിൽ നമ്മൾ വരയ്ക്കുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ ആ ഒരു എഡ്ജിൻ്റെത് മാറി വരും. അപ്പോൾ നമുക്ക് സെയിം ലൈനിലെ തിക്നെസ് കിട്ടില്ല അല്ലേ. സെയിം തിക്നെസ് ഉള്ള ലൈൻ നമുക്ക് കിട്ടില്ല അല്ലേ. അപ്പോൾ അത് ഓർത്ത് വെക്കുക. അപ്പോൾ നമുക്ക് ചിസൽ എഡ്ജ് നമ്മൾ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ലോങ് തിൻ ലൈൻസ് വരയ്ക്കാൻ യൂസ് ചെയ്യും. അതുപോലെ തന്നെ യൂണിഫോം തിക്നെസ് ഉള്ള ലൈൻസ് വരയ്ക്കാൻ യൂസ് ചെയ്യും. യൂണിഫോം തിക്നെസ് ഉള്ള ലൈൻസ് വരയ്ക്കാൻ യൂസ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ വെഡ്ജ് പോയിന്റിങ്ങിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. പിന്നെ തേർഡ് വൺ നമുക്ക് നോക്കാനുള്ളതാണ് അല്ലേ, ബിവൽ എഡ്ജ്. ബിവൽ എഡ്ജ് എന്ന് പറയുന്നത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? കോമ്പസ് ഡ്രോയിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ. കോമ്പസ് ഡ്രോയിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബിവൽ എഡ്ജ് ഉള്ളത് യൂസ് ചെയ്യുന്നത്. നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ വേറെ ഒന്നുണ്ട് സിലിണ്ട്രിക്കൽ പോയിന്റ് അല്ലേ. സിലിണ്ട്രിക്കൽ പോയിന്റ് ആണ് വരുന്നതെങ്കിൽ നമ്മളിത് യൂസ് ചെയ്യുന്നത് ഷെയ്ഡിങ് പർപ്പസിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഷെയ്ഡിങ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. നോക്കി വെക്കുക. ഷെയ്ഡിങ് പർപ്പസിന് വേണ്ടിയിട്ടാണെന്നുള്ളത് നോക്കി വെക്കുക. അപ്പം ഇത്രയും കാര്യങ്ങളാണല്ലേ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? കോണിക്കൽ എഡ്ജ് നമ്മൾ എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പറഞ്ഞിട്ടുള്ളത്? കോണിക്കൽ എഡ്ജ് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ലെറ്ററിങ്ങും അതുപോലെ തന്നെ ഫ്രീ ഹാൻഡ് ഡ്രോയിങ്ങിനും വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ചിസൽ എഡ്ജ് ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ലോങ് തിൻ ലൈൻസ്, യൂണിഫോം തിക്നെസ് ഉള്ള ലൈൻസ് ഒക്കെ വരയ്ക്കേണ്ടിയിട്ടാണ്. പിന്നെ ബിവൽ എഡ്ജ് ആണെങ്കിൽ കോമ്പസ് ഡ്രോയിങ്ങിന് വേണ്ടിയിട്ട്, സിലിണ്ട്രിക്കൽ പോയിന്റ് ആണെങ്കിൽ ഷെയ്ഡിങ് പർപ്പസിന് വേണ്ടിയിട്ട് ഒക്കെ നോക്കി വെക്കുക. എല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം അല്ലേ. ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ള എന്താണ്? ഫോർ ഡ്രോയിങ് തിൻ ലൈൻസ് ഓഫ് യൂണിഫോം തിക്നെസ് ദ പെൻസിൽ ഷുഡ് ബി ഷാർപ്പൻഡ് ഇൻ ദ ഫോം ഓഫ് ഏതാണ് ആൻസർ വരുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് അല്ലേ. ചിസൽ എഡ്ജ് ആണ് ആൻസർ വരിക. നോക്കി വെക്കുക.
ഇനി ക്വസ്റ്റ്യൻ നമ്പർ 9 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 9 എന്താണ്? മീഡിയം ഗ്രേഡ് ഡാഷ് ആർ യൂസ്ഡ് ഫോർ ഡ്രോയിങ് കർവ് വിത്ത് കനോട്ട് ബി ഡ്രോൺ ബൈ കോമ്പസ് അല്ലേ. അപ്പം ഏതാണ് നമ്മൾ കോമ്പസ് യൂസ് ചെയ്തിട്ട് വരയ്ക്കാൻ പറ്റാത്ത ആ ഒരു കേർവ് അല്ലേ, നമ്മൾ ഏത് യൂസ് ചെയ്തിട്ടാണ് വരയ്ക്കുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ഫുൾ സർക്കിൾ, ഓപ്ഷൻ ബി ഫ്രഞ്ച് കർവ്, ഓപ്ഷൻ സി ലെങ്തനിങ് ബാർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് അല്ലേ. മീഡിയം ഗ്രേഡ് ഡാഷ് ആർ യൂസ്ഡ് ഫോർ ഡ്രോയിങ് കേർവ് വിത്ത് കനോട്ട് ബി ഡ്രോൺ ബൈ കോമ്പസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ആൻസർ സിമ്പിൾ ആയിട്ടുള്ളതാണ്. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ആണ് അല്ലേ. ഫ്രഞ്ച് കർവാണ് ആൻസർ വരുന്നത്. ഫ്രഞ്ച് കർവ് നമ്മൾ ഇറഗുലർ കർവ് വരയ്ക്കേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നതാണ് അല്ലേ. നോട്ട് ചെയ്ത് വെക്കുക അറിയാത്തവരുണ്ടെങ്കിൽ. ക്വസ്റ്റ്യൻ നമ്പർ 10 ആണ് ചോദിച്ചിട്ടുള്ളത്. ദ ആർട്ട് ഓഫ് ഗിവൺ വേരിയസ് ഡയമെൻഷൻസ് ഓഫ് ആൻ ഒബ്ജെക്ട് on a prepared drawing is known as the art of giving various dimensions of an object അല്ലേ. On a prepared drawing is known as option A marking, option B dimensioning, option C booking, option D all of these അല്ലേ. ആൻസർ വരുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ ആണല്ലേ ചോദിച്ചിട്ടുള്ളത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഡയമെൻഷനിങ് ആണ്. അറിയാത്തവരുണ്ടെങ്കിൽ ഈ ഒരു ടേം നോട്ട് ചെയ്ത് വെക്കുക. എന്താണ്? ദ ആർട്ട് ഓഫ് ഗിവിംഗ് വേരിയസ് ഡയമെൻഷൻസ് ഓഫ് ആൻ ഒബ്ജെക്ട് ഓൺ എ പ്രിപ്പയർഡ് ഡ്രോയിങ് ഈസ് നോൺ ആസ് ഡയമെൻഷനിങ് ആണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 11 ആണ്. ദ സിസ്റ്റം ഓഫ് ഡയമെൻഷനിങ്സ് ആർ അല്ലേ. സിസ്റ്റം ഓഫ് ഡയമെൻഷനിങ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓരോ ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ അലൈൻഡ് സിസ്റ്റം, ഓപ്ഷൻ ബി യൂണി ഡയറക്ഷണൽ സിസ്റ്റം, ഓപ്ഷൻ സി BIS സിസ്റ്റം, ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് ബി അല്ലേ. ഏതാണ് വരുന്നത് സിസ്റ്റം ഓഫ് ഡയമെൻഷനിങ്ങിൻ്റെത്? അപ്പം മെത്തേഡ് ഓഫ് ഡയമെൻഷനിങ് അല്ലെങ്കിൽ സിസ്റ്റം ഓഫ് ഡയമെൻഷനിങ് എന്നൊക്കെ ഇതിനെ പറയും അല്ലേ. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻസ് വായിച്ചിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഞാൻ ആൻസറിലേക്ക് എന്തായാലും വരാം. ആൻസർ വരുന്നത് മെത്തേഡ് ഓഫ് ഡയമെൻഷനിങ് അല്ലെങ്കിൽ സിസ്റ്റം ഓഫ് ഡയമെൻഷനിങ് എന്ന് പറയുമ്പോൾ രണ്ട് മെത്തേഡ്സ് ആണല്ലേ ഉള്ളത്. അലൈൻഡ് സിസ്റ്റവും അതുപോലെ തന്നെ യൂണി ഡയറക്ഷണൽ സിസ്റ്റവും. അലൈൻഡ് സിസ്റ്റവും അതുപോലെ തന്നെ യൂണി ഡയറക്ഷണൽ സിസ്റ്റവും. അപ്പോൾ നമുക്ക് അതൊന്ന് എഴുതുകയാണെങ്കിൽ അലൈൻഡ് സിസ്റ്റം അല്ലേ. അലൈൻഡ് സിസ്റ്റത്തിൽ നമ്മൾ നോക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അലൈൻഡ് സിസ്റ്റം ആണെങ്കിൽ അവിടെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് അല്ലേ. അലൈൻഡ് സിസ്റ്റത്തിൽ നമ്മളിത് മോസ്റ്റ് ജനറലി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. മോസ്റ്റ് ജനറലി യൂസ്ഡ് അല്ലേ, അതോർത്ത് വെക്കുക. പിന്നെ വേറൊരു കാര്യമാണ് ഡയമെൻഷൻസ് അല്ലേ. ഇതിൽ ഡയമെൻഷൻ നമ്മൾ പ്ലേസ് ചെയ്യുന്നത് ഡയമെൻഷൻ പ്ലേസ്ഡ് പെർപെൻഡിക്കുലർ ആണ്. പെർപെൻഡിക്കുലർ ടു ഡയമെൻഷൻ ലൈൻ ആണ്. നമ്മൾ ഇതിൽ ഡയമെൻഷൻസ് പ്ലേസ് ചെയ്യുന്നത് പെർപെൻഡിക്കുലർ ടു ഡയമെൻഷൻ ലൈൻ ആണ്. ആണെങ്കിൽ ഇവിടെ 20 എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മൾ ഡയമെൻഷൻസ് പ്ലേസ് ചെയ്യുക. അതുപോലെ തന്നെ ഇത് റീഡ് ചെയ്യുന്നത് അല്ലേ. റീഡ് ബോട്ടം എഡ്ജ് ഓർ റൈറ്റ് ഹാൻഡ് എഡ്ജ്. ഇത് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ, റൈറ്റ് ഹാൻഡ് എഡ്ജ്. അപ്പം ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ട് ഓർത്ത് വെക്കുക. അപ്പം അലൈൻഡ് സിസ്റ്റം നമ്മൾ പറഞ്ഞല്ലേ. അലൈൻഡ് സിസ്റ്റം ഫസ്റ്റ് വണ്ണാണ്. പിന്നെ സെക്കൻഡ് വണ്ണാണ് യൂണി ഡയറക്ഷണൽ സിസ്റ്റമാണ്. യൂണി ഡയറക്ഷണൽ സിസ്റ്റം ആണെങ്കിൽ അവിടെ നമ്മൾ എങ്ങനെയാണ് മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യാന്നുള്ളത് നോക്കുക. ഇതിൽ ഡയമെൻഷൻസ് ആർ ബ്രോക്കൺ നിയർ ദ മിഡിൽ അല്ലേ. അപ്പം നമ്മൾ ഇതിപ്പം ഒരു റെക്റ്റാങ്കിൾ ആണെങ്കിൽ അതിൻ്റെ ഡയമെൻഷൻസ് മാർക്ക് ചെയ്യുന്നത് ഇവിടെ മിഡിൽ ബ്രോക്കൺ ചെയ്തിട്ടായിരിക്കും. ഇവിടെ 20 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ബ്രോക്കൺ ചെയ്തിട്ടായിരിക്കും നമ്മൾ മാർക്ക് ചെയ്യുക. ഡയമെൻഷൻസ് ആർ ബ്രോക്കൺ നിയർ ദ മിഡിൽ അല്ലേ, നോക്കി വെക്കുക. അപ്പം ഇതാണ് ബേസിക് ആയിട്ട് ഈ ഒരു ഏരിയയിൽ നോക്കേണ്ട കാര്യം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് ഇത് സിസ്റ്റം ഓഫ് ഡയമെൻഷനിങ്സ് അല്ലേ. സിസ്റ്റം ഓഫ് ഡയമെൻഷനിങ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ അലൈൻഡ് സിസ്റ്റം, ഇതൊരു സിസ്റ്റം ഓഫ് ഡയമെൻഷനിങ് ആണ്. പിന്നെ ഓപ്ഷൻ ബി യൂണി ഡയറക്ഷണൽ സിസ്റ്റം, ഇതും ഒരു സിസ്റ്റം ഓഫ് ഡയമെൻഷനിങ് ആണ്. ഓപ്ഷൻ സി BIS സിസ്റ്റം അല്ലേ, അതല്ല. ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് ബി ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് അല്ലേ. ബോത്ത് എ ആൻഡ് ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ്? ഡയമെൻഷൻ
ലൈൻ, ലീഡർ ലൈൻ, ഹാച്ചിങ് ആൻഡ് എക്സ്റ്റൻഷൻ ലൈൻസ് ആർ ഡ്രോൺ ആസ് അല്ലേ. അപ്പം ഈ ഒരു ലൈൻസ് ഒക്കെ ഏത് രീതിയിലാണ് നമ്മൾ ഡ്രോ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ലൈനിൻ്റെ തന്നെ ഒരു സെക്ഷൻ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പം ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻസ് ഞാൻ വായിക്കാം. ഓപ്ഷൻസ് വരുന്നത് ഓപ്ഷൻ എ കണ്ടിന്യൂസ് തിൻ ലൈൻ, ഓപ്ഷൻ ബി കണ്ടിന്യൂസ് തിക്ക് ലൈൻ, ഓപ്ഷൻ സി ചെയിൻ തിൻ, ഓപ്ഷൻ ഡി ചെയിൻ തിക്ക് അല്ലേ. ഇവിടെ ഏതാണ് ആൻസർ വരുന്നത്? ഡയമെൻഷൻ ലൈനും ലെഡർ ലൈനും ഹാച്ചിങ് ലൈന് എക്സ്റ്റൻഷൻ ലൈൻസ് ഒക്കെ ഡ്രോ ചെയ്യുന്നത് ഇതിൽ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? ഇവിടെ ഓപ്ഷനിൽ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്ഷനിലുള്ള കാര്യം മാത്രം എക്സ്പ്ലെയിൻ ചെയ്യാം. ഓപ്ഷൻ എ കണ്ടിന്യൂസ് തിക്ക് ലൈൻ ആണ് അല്ലേ. കണ്ടിന്യൂസ് തിക്ക് ലൈന് വരുന്നത് ലെറ്റേഴ്സിൻ്റെതിൽ എയിലാണ് അല്ലേ വരുന്നത്. എയിൽ വരുമ്പം ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് വിസിബിൾ ഔട്ട്ലൈൻസ്, അതുപോലെ തന്നെ വിസിബിൾ എഡ്ജസ് ഒക്കെ വരയ്ക്കേണ്ടിയിട്ടാണ് അല്ലേ. വിസിബിൾ ഔട്ട്ലൈൻസ്, വിസിബിൾ എഡ്ജസ് ഒക്കെ വരയ്ക്കേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കണ്ടിന്യൂസ് നമ്മൾ പറഞ്ഞാൽ മാറിപ്പോയിട്ടുണ്ട് അല്ലേ. കണ്ടിന്യൂസ് തിൻ ലൈൻ ആണ് ഫസ്റ്റ് നമുക്ക് ഓപ്ഷനിൽ ചോദിച്ചിട്ടുള്ളത്. കണ്ടിന്യൂസ് തിൻ ലൈൻസ് നമ്മൾ വരയ്ക്കാൻ യൂസ് ചെയ്യുന്നത് ഡയമെൻഷൻ ലൈന്, അതുപോലെ തന്നെ എക്സ്റ്റൻഷൻ ലൈന്, ലെഡർ ലൈന്, പ്രൊജക്ഷൻ ലൈൻ അല്ലേ. ഇതൊക്കെ വരയ്ക്കേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു കണ്ടിന്യൂസ് തിൻ ലൈൻ എന്ന് പറയുന്നത്. പിന്നെ കണ്ടിന്യൂസ് തിക്ക് ലൈൻ നോക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ചെണ്ണ പറഞ്ഞത് വിസിബിൾ ലൈൻസ്, അതുപോലെ തന്നെ പ്രിൻസിപ്പിൾ ലൈന്, വിസിബിൾ എഡ്ജസ്, ബൗണ്ടറീസ് ഒക്കെ വരയ്ക്കാൻ അല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു കണ്ടിന്യൂസ് തിക്ക് ലൈൻ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഓപ്ഷനിൽ തന്നിട്ടുള്ളത് ചെയിൻ തിൻ അല്ലേ. ചെയിൻ തിൻ ലൈൻ നമ്മൾ എന്ത് വരയ്ക്കേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ചെയിൻ തിന്ന് നമ്മൾ വരയ്ക്കാൻ യൂസ് ചെയ്യുന്നതാണ് സെൻട്രൽ ലൈൻ അല്ലേ. സെൻട്രൽ ലൈന് വരയ്ക്കേണ്ടിയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ചെയിൻ തിൻ ലൈൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ റേഷ്യോ അല്ലേ, ചെയിൻ തിൻ ലൈൻ എന്ന് പറയുന്നത് ഇതുപോലെയാണ് അല്ലേ വരിക. അപ്പം ഈ ഒരു റേഷ്യോ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. 4:1 അല്ലെങ്കിൽ 6:1 ആണല്ലേ ഈ ഒരു റേഷ്യോ വരുന്നത്. അത് ഓർത്ത് വെക്കുക. ചെയിൻ തിൻ ലൈൻ ആണെങ്കിലും ചെയിൻ തിക്ക് ലൈൻ ആണെങ്കിലും ഈ ഒരു റേഷ്യോ തന്നെയാണ് വരുന്നത്. അത് എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. പിന്നെ ചെയിൻ തിക്ക് ലൈൻ അല്ലേ. ചെയിൻ തിക്ക് ലൈന് നമ്മൾ വരയ്ക്കുന്നത് സർഫസസ് വിച്ച് പോളിഷിങ്ങിൽ ആ ഒരു സർഫസിനെയൊക്കെ നമ്മൾ വരയ്ക്കേണ്ടിയിട്ടാണ് ചെയിൻ തിക്ക് ലൈൻ യൂസ് ചെയ്യുന്നത്. ഇവിടെയും നമ്മൾ ഈ ഒരു 4:1 6:1 എന്നുള്ള റേഷ്യോ ഓർത്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വരുന്നത് ഏതാണ്? ജെയിലാണ് അല്ലേ. സെൻട്രൽ ലൈന് ചെയിൻ തിന്ന് ലൈൻ ആണെങ്കിൽ വരുന്നത് ഏതാണ്? ജി ആണ്. ഏത് ടൈപ്പ് ആണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഡയമെൻഷനിൽ വരുന്നത് A to K വരെയാണല്ലേ വരുന്നത്. ഏതൊക്കെയാണ്? A, B, C, D, E, F, G, H, J, K എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ലൈൻസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഓർത്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഓരോ കാര്യങ്ങൾ പറയുന്ന സമയത്തും എ ഏതാണ് ബി ഏതാണ് എന്നുള്ളത് നിങ്ങളെ മൈൻഡിൽ ഓർമ്മ വരണം. അല്ലെങ്കിൽ എന്തായാലും ഒന്നുകൂടെ പോയിട്ട് റിവൈസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ അടുത്തോടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള എന്താണ്? ഡയമെൻഷൻ ലൈൻസ് അല്ലേ. ഡയമെൻഷൻ ലൈന്, ലെഡർ ലൈന്, ഹാച്ചിങ്, എക്സ്റ്റൻഷൻ ലൈൻ അല്ലേ. ഇതൊക്കെ വരയ്ക്കേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പം ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ എ ആണ് അല്ലേ. കണ്ടിന്യൂസ് തിൻ ലൈൻ ആണ് ആൻസർ വരുന്നത്. അപ്പം ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. നോക്കി വെക്കുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 13 ആണ് അല്ലേ. 13 എന്താണ്? ടൈറ്റിൽ ബ്ലോക്ക് ഈസ് ദ ഡാഷ് ഓഫ് ഡ്രോയിങ്. നമ്മൾ ടൈറ്റിൽ ബ്ലോക്ക് എന്ന് പറയുന്നത് നമ്മൾ ഡ്രോയിങ്ങിൻ്റെ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓരോ ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ എന്താണ്? ഓപ്ഷൻ എ ലെറ്ററിങ്, ഓപ്ഷൻ ബി ഇൻഡെക്സ്, ഓപ്ഷൻ സി കീ പ്ലാൻ, ഓപ്ഷൻ ഡി ബോർഡർ അല്ലേ. അപ്പോൾ ഇതിൽ ഏതാണ് ആൻസർ വരിക? നമുക്ക് ടൈറ്റിൽ ബ്ലോക്കിനെ കുറിച്ച് ഇതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം, എന്നിട്ട് നമുക്ക് ആൻസറിലേക്ക് വരാം അല്ലേ. ടൈറ്റിൽ ബ്ലോക്ക് അല്ലേ. മെയിനായിട്ട് നമ്മൾ ടൈറ്റിൽ ബ്ലോക്ക് എന്ന് എഴുതി കഴിഞ്ഞാൽ ടൈറ്റിൽ ബ്ലോക്കിനെ കുറിച്ച് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടതെന്ന് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ടൈറ്റിൽ ബ്ലോക്കിനെ കുറിച്ച് നമുക്ക് ബേസിക് ആയിട്ട് ഫസ്റ്റ് നോക്കേണ്ട കാര്യം ഇത് എവിടെയാണ് പ്ലേസ് ചെയ്യുന്നതെന്ന് അല്ലേ. അപ്പോൾ നമുക്ക്
ഇതാണ് നമ്മളെ ഡ്രോയിങ് ഷീറ്റ് എങ്കിൽ ആ ഒരു ഡ്രോയിങ് ഷീറ്റിൻ്റെ ഈ ഒരു സൈഡിലാണ് അല്ലേ നമ്മൾ ടൈറ്റിൽ ബ്ലോക്ക് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അറിയേണ്ട ഇതേ രീതിയിൽ നമ്മൾ ടൈറ്റിൽ ബ്ലോക്ക് കൊടുക്കും. അപ്പം ഇതെവിടെയാണ് വരുന്നത്? ടൈറ്റിൽ ബ്ലോക്ക് നമ്മൾ കൊടുക്കുന്നത് ബോട്ടം റൈറ്റ് ഹാൻഡ് കോർണർ ആണ് അല്ലേ. ബോട്ടം റൈറ്റ് ഹാൻഡ് കോർണറിലാണ് നമ്മൾ ഈ ഒരു ടൈറ്റിൽ ബ്ലോക്ക് കൊടുക്കുക. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ടൈറ്റിൽ ബ്ലോക്ക് നമ്മൾ എവിടെയാണ് കൊടുക്കുക? ബോട്ടം റൈറ്റ് ഹാൻഡ് കോർണർ അല്ലേ. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് അത് തന്നെയാണ്. ടൈറ്റിൽ ബ്ലോക്ക് നമ്മൾ കൊടുക്കുന്നത് ബോട്ടം റൈറ്റ് ഹാൻഡ് കോർണർ എന്നുള്ളത് ഓർത്ത് വെക്കുക. എവിടെയാണ് കൊടുക്കുക എന്നുള്ളത് ഒരുപാട് പ്രാവശ്യം എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. പിന്നെ ഈ ഒരു ടൈറ്റിൽ ബ്ലോക്ക് എന്ന് പറയുന്നത് ഇൻഡെക്സ് ഓഫ് ഡ്രോയിങ് ആണ് കേട്ടോ. ടൈറ്റിൽ ബ്ലോക്ക് ഈസ് ദ ഇൻഡെക്സ് ഓഫ് ഡ്രോയിങ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ സൈസ് വരുന്നത് 185/65 mm ആണ് വരുന്നത്. ഓർത്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇനി ക്വസ്റ്റ്യനിലേക്ക് വരാം അല്ലേ. നമ്മളടുത്ത് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് എന്താണ്? ദ ടൈറ്റിൽ ബ്ലോക്ക് ഈസ് ദ ഡാഷ് ഓഫ് ഡ്രോയിങ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ലെറ്ററിങ്, അതല്ല. ഓപ്ഷൻ ബി കീ പ്ലാൻ, അല്ല. ഓപ്ഷൻ സി ഇൻഡെക്സ് അല്ലേ. അപ്പം ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ആൻസർ. അപ്പം 13ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ സി ആണ്. നോട്ട് ചെയ്ത് വെക്കുക. ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? സ്കെയിൽ യൂസ്ഡ് ടു മെഷർ ദ സെറ്റ് ഔട്ട് ദ ആംഗിൾ ഈസ് അല്ലേ. സ്കെയിൽ യൂസ്ഡ് ടു മെഷർ ആൻഡ് സെറ്റ് ഔട്ട് ദ ആംഗിൾ ഈസ് ഏതാണ് വരുന്നത്? ഓപ്ഷൻസ് വായിക്കാം. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് സ്കെയിലിൻ്റെ ഒരു സെക്ഷൻ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പം സ്കെയിലിൻ്റെ അതിൽ ഓപ്ഷൻ എ വരുന്നത് സ്കെയിൽ ഓഫ് കോഡ് ആണ്. ഓപ്ഷൻ ബി വരുന്നത് ഏതാണ്? പ്ലെയിൻ സ്കെയിൽ ആണ്. ഓപ്ഷൻ സി ചെയിൻ സ്കെയിൽ ആണ്. ഓപ്ഷൻ ഡി ഡയഗണൽ സ്കെയിൽ അല്ലേ. അപ്പോൾ നമ്മൾ സ്കെയിലിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ഏതൊക്കെ രീതിയിലായിരുന്നു? അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് ദ സ്കെയിൽ അല്ലേ, അത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ആൻസർ ചെയ്യാൻ പറ്റും. അപ്പം ടൈപ്പ് ഓഫ് സ്കെയിൽ എന്നുള്ളത് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ടൈപ്പ് ഓഫ് സ്കെയിൽ അല്ലേ. ടൈപ്പ് ഓഫ് സ്കെയിലിൽ വരുന്നതാണ് ടൈപ്സ് ഓഫ് സ്കെയിലിൽ ഫസ്റ്റ് വരുന്നതാണ് പ്ലെയിൻ സ്കെയിൽ അല്ലേ. പ്ലെയിൻ സ്കെയിലാണ്. പ്ലെയിൻ സ്കെയിൽ നമ്മൾ വരയ്ക്കാൻ യൂസ് ചെയ്യുന്ന എന്താണ്? 2 യൂണിറ്റ്സ് വരുന്നതാണ് അല്ലേ. 2 യൂണിറ്റ്സ് വരുന്നത് വരയ്ക്കാനാണ് നമ്മൾ ഈ ഒരു പ്ലെയിൻ സ്കെയിൽ യൂസ് ചെയ്യുന്നത്. ഇപ്പം സെൻറ്റിമീറ്റർ, മില്ലിമീറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള എക്സാമ്പിൾസ്. പിന്നെ നമ്മൾ നെക്സ്റ്റ് വരയ്ക്കാൻ യൂസ് ചെയ്യുന്നത് ഏതാണ്? ഡയഗണൽ സ്കെയിലാണ്. ഡയഗണൽ സ്കെയിൽ നമ്മൾ വരയ്ക്കാൻ യൂസ് ചെയ്യുന്നത് 3 യൂണിറ്റ്സ് ആണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സെൻറ്റിമീറ്റർ, മില്ലിമീറ്റർ, അല്ലെങ്കിൽ ഡെസിമീറ്റർ, സെൻറ്റിമീറ്റർ, മില്ലിമീറ്റർ അല്ലേ. അല്ലെങ്കിൽ യാർഡ്, ഫൂട്ട്, ഇഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വരയ്ക്കാൻ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ഡയഗണൽ സ്കെയിൽ എന്ന് പറയുന്നത്. പിന്നെ തേർഡ് വണ്ണാണ് കമ്പാരിറ്റീവ് സ്കെയിൽ അല്ലേ. കമ്പാരിറ്റീവ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്നത് സെയിം RF ആയിരിക്കും, പക്ഷെ റീഡ് ചെയ്യുന്നത് ഡിഫറെൻ്റ് യൂണിറ്റ്സ് ആയിരിക്കും അല്ലേ. അപ്പം അതിനെയാണ് നമ്മൾ ഈ ഒരു കമ്പാരിറ്റീവ് സ്കെയിൽ എന്ന് പറയുന്നത്. സെയിം RF ബട്ട് റീഡ് ഡിഫറെൻ്റ് യൂണിറ്റ്സ് അല്ലേ. ഡിഫറെൻ്റ് യൂണിറ്റ്സ്. ഞാൻ എല്ലാ കാര്യങ്ങളും സിമ്പിളായിട്ടാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഓർമ്മ വരുന്നില്ലെങ്കിൽ ഒന്ന് എന്തായാലും റിവൈസ് ചെയ്യണം കേട്ടോ. അപ്പം 4ാമത്തെ സ്കെയിൽ വരുന്ന ഏതാണ്? 4ാമത്തെ സ്കെയിൽ എന്ന് പറയുന്നത് വെർനിയർ സ്കെയിലാണ് അല്ലേ. വെർനിയർ സ്കെയിലാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുള്ള 3 സ്കെയിലാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ലീനിയർ മെഷർമെൻറ്റ്സ് എടുക്കേണ്ടിയിട്ടായിരുന്നു. പക്ഷെ നമ്മളിപ്പോൾ ലാസ്റ്റ് പറയുന്ന സ്കെയിൽ അല്ലേ, വെർനിയർ സ്കെയിൽ നമ്മൾ ഈ ഒരു വെർനിയർ സ്കെയിലും വരുന്നുണ്ട്. ഈ 4 സ്കെയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് വെർനിയർ സ്കെയിൽ ആയിക്കോട്ടെ, പ്ലെയിൻ സ്കെയിൽ ആയിക്കോട്ടെ, ഡയഗണൽ, കമ്പാരിറ്റീവ് സ്കെയിലിൽ ഈ ഒരു 4 സ്കെയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ലീനിയർ മെഷർമെൻറ്റ്സ് എടുക്കേണ്ടിയിട്ടാണ്. അപ്പോൾ വെർനിയർ സ്കെയിലിൽ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വെർനിയർ സ്കെയിലിൻ്റെത് ആ ഒരു മെയിൻ സ്കെയിൽ ഡിവിഷനും വെർനിയർ സ്കെയിൽ ഡിവിഷൻസും ആണല്ലേ നോക്കേണ്ടത്. വെർനിയർ സ്കെയിലിനെ നമ്മൾ 2 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫോർവേഡ് വെർനിയർ അല്ലെങ്കിൽ ഡയറക്റ്റ് വെർനിയർ എന്ന് പറഞ്ഞിട്ട്, പിന്നെ അല്ലെങ്കിൽ സെക്കൻഡ് വന്നിട്ടുള്ളത് ബാക്ക്വേർഡ് വെർനിയർ അല്ലെങ്കിൽ റിട്രോഗ്രേഡ് വെർനിയർ അല്ലേ. അപ്പം ഇതാണ് വെർനിയറിൽ മെയിനായിട്ട് നോക്കേണ്ടത്. മെയിൻ സ്കെയിൽ ഡിവിഷൻ,
ഗ്രേറ്റർ ദാൻ വെർനിയർ സ്കെയിൽ 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ ഗ്രേറ്റർ ദാൻ 1 വെർനിയർ സ്കെയിൽ ഡിവിഷൻ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ ഫോർവേഡ് വെർനിയർ എന്ന് പറയുന്നത്. 1 വെർനിയർ സ്കെയിൽ ഡിവിഷൻ ഗ്രേറ്റർ ദാൻ 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ ആണെങ്കിൽ അതിനെയാണല്ലേ നമ്മൾ ബാക്ക്വേർഡ് വെർനിയർ എന്ന് പറയുന്നത്. അത് നോക്കി വെക്കുക. വെർനിയർ സ്കെയിൽ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. പിന്നെ അഞ്ചാമത്തത് അല്ലേ, അഞ്ചാമത്തെ ടൈപ്സ് ഓഫ് സ്കെയിൽ വരുന്ന ഒന്നാണ് സ്കെയിൽ ഓഫ് കോഡ് അല്ലേ. സ്കെയിൽ ഓഫ് കോഡ് ഇതാണ് ഇവിടെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. സ്കെയിൽ ഓഫ് കോഡ് നമ്മൾ യൂസ് ചെയ്യുന്ന അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. സ്കെയിൽ ഓഫ് കോഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് മെഷർ ആംഗിൾ ആണ്. അപ്പോൾ മുകളിൽ പറഞ്ഞിട്ടുള്ള 4 നമ്മൾ യൂസ് ചെയ്യുന്നത് ലെങ്ത് മെഷർമെൻറ്റ് ചെയ്യേണ്ടിയിട്ടാണ്. ഈ ഒരു സ്കെയിൽ ഓഫ് കോഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ആംഗിൾ മെഷർ ചെയ്യേണ്ടിയിട്ടാണ്. ഇത്രയും കാര്യങ്ങളാണ് നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം അല്ലേ. ക്വസ്റ്റ്യനിൽ എന്താണ് ചോദിച്ചിട്ടുള്ളത്? സ്കെയിൽ ഓഫ് കോഡ് അല്ലേ. സ്കെയിൽ ഓഫ് കോഡ് ഈസ് യൂസ്ഡ് ടു മെഷർ ആൻഡ് സെറ്റ് ഔട്ട് ദ ആംഗിൾ ഈസ് അല്ലേ. അപ്പോൾ നമുക്ക് ഏതാണ് ഓപ്ഷൻ എ സ്കെയിൽ ഓഫ് കോഡ്. ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിട്ടുള്ളത്? സ്കെയിൽ യൂസ്ഡ് ടു മെഷർ ആൻഡ് സെറ്റ് ഔട്ട് ദ ആംഗിൾ ഈസ് അല്ലേ. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ ആണ് അല്ലേ. സ്കെയിൽ ഓഫ് കോഡ് ആണ് ആൻസർ വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 15 നോക്കാം. ദ സൈഡ് ഓഫ് ഈച്ച് ട്രിംഡ് ഡ്രോയിങ് ഷീറ്റ്സ് ആർ ഇൻ ദ റേഷ്യോ അല്ലേ. അപ്പം ഏതാണ് ഇത്? ഒരുപാട് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അതാണ് ജസ്റ്റ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പം ഡ്രോയിങ് ഷീറ്റിൻ്റെ ആ ഒരു റേഷ്യോ ആണല്ലേ ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് വരുന്ന എന്താണ്? ഓപ്ഷൻ എ 1:√2, ഓപ്ഷൻ ബി 2:3, ഓപ്ഷൻ സി 1:3, ഓപ്ഷൻ സി എന്താണ്? ഓപ്ഷൻ സി 1:3, ഓപ്ഷൻ ഡി 1:2 അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കിട്ടുന്നുണ്ടോ നോക്കുക. ഡ്രോയിങ് ഷീറ്റിലെ ഡ്രോയിങ് ഷീറ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഫസ്റ്റ് നമുക്ക് ഡ്രോയിങ് ഷീറ്റിനെ നോക്കേണ്ടത് IS കോഡാണ് അല്ലേ. ഡ്രോയിങ് ഷീറ്റിൻ്റെ IS കോഡ് ഏതാണ് വരുന്നത്? നിങ്ങളിതിൻ്റെ ആൻസർ അറിയുന്നുണ്ടോ നോക്കുക, അല്ലെങ്കിൽ എന്തായാലും റിവൈസ് ചെയ്യണം. അതിൻ്റെ കൂടെ എക്സ്ട്രാ കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഡ്രോയിങ് ഷീറ്റിൻ്റെ IS കോഡ് വരുന്നതാണ് 10711 1983 അല്ലേ. IS 10711 1983 ആണ് ഡ്രോയിങ് ഷീറ്റിൻ്റെ IS കോഡ് വരുന്നത്. അപ്പം ഈ ഒരു ഡ്രോയിങ് ഷീറ്റിൻ്റെ നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത് ഈച്ച് സൈഡിലെ ആ ഒരു ഡ്രോയിങ് ഷീറ്റിൻ്റെ ഇതാണ്. ഇപ്പോൾ നമ്മൾ ഡ്രോയിങ് ഷീറ്റെങ്കിൽ അതിൻ്റെ ഈ ഒരു സൈഡും അല്ലേ ലെങ്ത് വിഡ്ത്ത് റേഷ്യോ അല്ലേ. ലെങ്ത് വിഡ്ത്ത് റേഷ്യോ വരുന്നത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ലെങ്ത് വിഡ്ത്ത് റേഷ്യോ ഏതാണ് വരുന്നത്? ലെങ്ത് വിഡ്ത്ത് റേഷ്യോ വരുന്നതാണ് ലെങ്ത് വിഡ്ത്ത് റേഷ്യോ എന്ന് പറഞ്ഞാൽ √2:1 ആണ് അല്ലേ. ആ ഒരു കാര്യം തന്നെ നോക്കി വെക്കുക. ഇവിടെ നമ്മളടുത്ത് ഏതാണെന്ന് പറഞ്ഞിട്ടില്ല, രണ്ട് സൈഡ് തമ്മിലുള്ള ആ ഒരു റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് √2:1 1:√2 ഏതെങ്കിലും പറയാം. പക്ഷേ എക്സാമിന് നമ്മളെടുത്തപ്പോൾ ലെങ്ത് വിഡ്ത്ത് ആണെങ്കിൽ ചോദിക്കുന്നതെങ്കിൽ √2:1 നിങ്ങൾ എഴുതണം. വിഡ്ത്ത് ടു ലെങ്ത് ആണ് ചോദിക്കുന്നതെങ്കിൽ 1:√2 എന്ന് എഴുതണം അല്ലേ. അപ്പം ഇത് മാറിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പം ഈ ഒരു കാര്യമാണ് ഇവിടെ നോക്കേണ്ടത്. അപ്പം നമ്മളുടെ ആൻസർ ഏതാണ് വരുന്നത്? ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ദ സൈസ് ഓഫ് ഈച്ച് ട്രിംഡ് ഡ്രോയിങ് ഷീറ്റ് ആർ ഇൻ റേഷ്യോ അല്ലേ. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ ആണ് അല്ലേ. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. ദ സൈഡ്സ് ഓഫ് ഈച്ച് സൈഡാണ് ചോദിച്ചിട്ടുള്ളത്. സൈഡ്സ് ഓഫ് ഈച്ച് ട്രിംഡ് സൈസ് ഓഫ് ഡ്രോയിങ് ഷീറ്റ് ആർ ഇൻ ദ റേഷ്യോ 1:√2 ആണ്. ക്വസ്റ്റ്യനെ പറഞ്ഞ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 16 അല്ലേ. ക്വസ്റ്റ്യൻ നമ്പർ 16 എന്താണ്? ദ റേഷ്യോ ഓഫ് വിഡ്ത്ത് ടു ഹൈറ്റ് ഓഫ് മോസ്റ്റ് ഓഫ് ലെറ്റേഴ്സ് ഇൻ ലെറ്ററിംഗ് ഈസ് അല്ലേ. ഈ ഒരു ഡ്രോയിങ് ഷീറ്റിനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലെറ്റേഴ്സിൻ്റെതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ലെറ്റേഴ്സിൻ്റെത് റേഷ്യോ ഓഫ് വിഡ്ത്ത് ടു ഹൈറ്റ് ആണ് അല്ലേ. അപ്പോൾ ലെറ്റേഴ്സിൻ്റെത് വരുന്ന സമയത്ത് വിഡ്ത്ത് ടു ഹൈറ്റ് ആണെങ്കിൽ ഏതാണ് റേഷ്യോ എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇത് സിംഗിൾ സ്ട്രോക്ക് ലെറ്റേഴ്സിൽ വരുന്നതാണ് അല്ലേ. അതിൻ്റെ IS കോഡ് നമ്മൾ കുറച്ച് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. IS 9609 1983 ആണ് IS കോഡ്. അത് ഞാൻ വീണ്ടും എഴുതുന്നില്ല. ഇവിടെ ഓപ്ഷൻസ് ഞാൻ വായിക്കാം. ഓപ്ഷൻ എ 5:6, ഓപ്ഷൻ ബി 6:5, ഓപ്ഷൻ സി 7:10, ഓപ്ഷൻ ഡി 1:2 അല്ലേ. അപ്പം ലെങ്ത് ടു നമുക്ക് എന്താണ് ചോദിച്ചിട്ടുള്ളത്? വിഡ്ത്ത് ടു ഹൈറ്റ് ആണ് റേഷ്യോ ചോദിച്ചിട്ടുള്ളത്. വിഡ്ത്ത് ടു ഹൈറ്റ് ആണ് റേഷ്യോ വരുന്നതെങ്കിൽ വിഡ്ത്ത് ടു ഹൈറ്റ് അല്ലേ. വിഡ്ത്ത് ടു ഹൈറ്റ് ആണ് ലെറ്റേഴ്സിൻ്റെ റേഷ്യോ വരുന്നതെങ്കിൽ 5:6 ആണ് അല്ലേ റേഷ്യോ വരിക. ഹൈറ്റ് ടു വിഡ്ത്ത് ആണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ 6:5 ആണ്. അതാണ് ഈ ഒരു റേഷ്യോൻ്റെ ആ ഒരു ടേം എവിടെയാണ് കൊടുക്കുന്നത് എന്നുള്ളത് നോക്കി വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്.
ഇപ്പോൾ ഹൈറ്റ് കൂടുതലാണ് എന്നുള്ളത് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും അല്ലേ. ഇവിടെ വരികയാണെങ്കിലും ഹൈറ്റ് ആണ് കൂടുതൽ വരിക എന്നുള്ളത്. 5:6 ആണെങ്കിൽ 6:5 ആണെങ്കിലും അല്ലേ. അങ്ങനെ നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്ന രീതിയിൽ ഓർത്ത് വെക്കാൻ നോക്കുക. അപ്പോൾ നമുക്കിവിടെ ആൻസർ വരുന്നത് എന്താണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് അല്ലേ. 5:6 ആണ് ആൻസർ വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 17 ആണ് നോക്കേണ്ടത്. യൂഷ്വലി ദ മെയിൻ ടൈറ്റിൽസ് ആർ റിട്ടൺ ഇൻ -mm സൈസ് ഓൺ ഡ്രോയിങ് ഷീറ്റ് അല്ലേ. മെയിൻ ടൈറ്റിൽസ് ഏത് സൈസിലാണ് കൊടുക്കുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതൊന്നും നമ്മളെ സിംഗിൾ സ്ട്രോക്ക് ലെറ്ററിംഗ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ 6 to 8 mm ആണ് കേട്ടോ വരിക. 6 to 8 mm ആണ്. ഓപ്ഷൻ ബി 5 to 8. ഓപ്ഷൻ സി 3 to 5. ഓപ്ഷൻ ഡി 10 to 12 അല്ലേ. അപ്പോൾ ഇവിടെ ഏതാണ്? മെയിൻ ടൈറ്റിലാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സിംഗിൾ സ്ട്രോക്ക് ലെറ്ററിങ്ങിൽ മെയിൻ ടൈറ്റിൽ അല്ലേ, മെയിൻ ടൈറ്റിൽ കൊടുക്കുന്നത് ഏതാണ് സൈസ് വരുന്നത്? മെയിൻ ടൈറ്റിൽ ആണെങ്കിൽ നമ്മൾ 6 mm to 8 mm വരെയാണ് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ സബ് ടൈറ്റിൽ അല്ലേ, സബ് ടൈറ്റിലും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ പറയാം. സബ് ടൈറ്റിലാണെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് 3 mm to 6 mm ആണ്. ഇത് 6 mm 5 mm എന്നൊക്കെ കാണാറുണ്ട്. അപ്പം അത് ഓപ്ഷൻ നോക്കിയിട്ട് നിങ്ങൾ ആൻസർ ചെയ്യുക. അപ്പം ഇതാണ് ഇവിടെ നോക്കേണ്ട കാര്യം. ഇവിടെ ഏതാണ് ആൻസർ വരുന്നത്? യൂഷ്വലി മെയിൻ ടൈറ്റിലാണല്ലേ ചോദിച്ചിട്ടുള്ളത്. മെയിൻ ടൈറ്റിലാണെങ്കിൽ ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്, 6 to 8 mm അല്ലേ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 18 നോക്കാം. സ്പെഷ്യൽ പബ്ലിക്കേഷൻസ് ഓഫ് BIS ഫോർ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് പ്രാക്ടീസ് ഫോർ സ്റ്റുഡൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻസ് വായിക്കാം, ആൻസർ കിട്ടുന്നുണ്ടോ നോക്കുക. ഓപ്ഷൻ എ SP 46, ഓപ്ഷൻ ബി SP 16, ഓപ്ഷൻ സി SP 416, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് അല്ലേ. ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ് അല്ലേ. SP 46 ആണ് ആൻസർ വരിക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 19 ആണ്. ദ സൈസ് ഓഫ് D1 സൈസ് ഡ്രോയിങ് ബോർഡ് ഇൻ mm അല്ലേ. ഡ്രോയിങ് ബോർഡിൻ്റെ D1 സൈസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഡ്രോയിങ് ബോർഡ് പല സൈസിലുണ്ട് അല്ലേ. D0, D1, D2, D3 എന്ന് പറഞ്ഞിട്ട്. അപ്പം ഏതൊക്കെയാണെന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ, ഞാൻ ഓപ്ഷൻ വായിക്കാം, എന്നിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. എന്നിട്ട് ഞാൻ ഒന്ന് ചെറുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓപ്ഷൻസിൽ ഓപ്ഷൻ എ 1500/100, ഓപ്ഷൻ ബി 3000/150, ഓപ്ഷൻ സി 1000/700, ഓപ്ഷൻ ഡി 5000/700 അല്ലേ. ഇതിൻ്റെ ഓപ്ഷൻസ് സിമ്പിൾ ആണല്ലേ, നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. എന്നാലും ഞാൻ ജസ്റ്റ് ഈ ഒരു കാര്യത്തിനെ കുറിച്ച് പറയാം. അപ്പോൾ നമുക്ക് ഡ്രോയിങ് ബോർഡ് അല്ലേ, ഡ്രോയിങ് ബോർഡിൻ്റെ IS കോഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് പിന്നെ ഞാൻ പറയുന്നില്ല. അപ്പം ഡ്രോയിങ് ബോർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡ്രോയിങ് ബോർഡ് 4 ടൈപ്പാണല്ലേ ഉള്ളത്. D0 അല്ലെങ്കിൽ B0 അല്ലേ. ഇത് ഡിൻ്റെ ടേമിലും ബിൻ്റെ ടേമിലും നമുക്ക് പറയാൻ പറ്റും. D1, D2, D3 അല്ലേ. അപ്പോൾ നമുക്ക് D0, D1, D2, D3 ആണ് വരുന്നത്. അപ്പം ഇതിൻ്റെ ഓരോന്നിൻ്റെയും സൈസും ആ ഒരു തിക്നെസ്സും ഒക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് തന്നെയാണ് വരുന്നത്. അപ്പം ഇതിൻ്റെ B0 അല്ലെങ്കിൽ D0 ആണെങ്കിൽ 1500/1000/25 ആണ് ഇതിൻ്റെ സൈസ് വരുന്നത്. D1 ആണെങ്കിലോ 1000/700/25 ആണ്. D2 ആണെങ്കിൽ 700/500/15 ആണ് ഇതിൻ്റെ സൈസ് വരുന്നത്. D3 ആണെങ്കിൽ 500/350/15 ആണ് അല്ലേ. അപ്പം ഈ ഒരു സൈസ് നോക്കി വെക്കുക. അതുപോലെ തന്നെ ഈ ഒരു ഡ്രോയിങ് ബോർഡിൽ നമ്മൾ വേറെ നോക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു ഡ്രോയിങ് ബോർഡിൻ്റെ സ്ലോപ്പ് അല്ലേ. സ്ലോപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. സ്ലോപ്പ് വരുന്നത് 1:8 ആണ്. അതും കൂടെ ഇവിടെ നോക്കി വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ എന്താണ് ചോദിച്ചിട്ടുള്ളത്? ക്വസ്റ്റ്യനിൽ നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത് സൈസ് ഓഫ് D1 സൈസ് ആണ് അല്ലേ. D1 സൈസ് ആണെങ്കിൽ ആൻസർ ഏതാണ് വരിക? സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും അല്ലേ. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 1000/700 ആണ് ആൻസർ വരുന്നത്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ ഒരു 2 ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 20 നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് പെൻസിൽ ലെഡ് ഈസ് ഹാർഡസ്റ്റ് അല്ലേ. അപ്പോൾ താഴെ തന്നിട്ടുള്ള പെൻസിൽ ലെഡിൽ ഏതാണ് ഹാർഡസ്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ HB, ഓപ്ഷൻ ബി H, ഓപ്ഷൻ സി B, ഓപ്ഷൻ ഡി F അല്ലേ. താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഹാർഡസ്റ്റ് വരുന്നത്? ഓപ്ഷൻസ് നോക്കുക, എന്നിട്ട് നിങ്ങൾക്ക്
ആൻസർ കിട്ടുന്നുണ്ടോ നോക്കുക അല്ലെ. നമ്മൾ ഈ ഒരു പെൻസിൽസിന്റെ ഗ്രേഡ് പറയുകയാണെങ്കിൽ എത്ര ഗ്രേഡാണ് വരുന്നത്? 18 ഗ്രേഡ്സിൽ നമ്മൾ പെൻസിൽസ് വരുന്നുണ്ട് അല്ലെ. 18 ഗ്രേഡിൽ പെൻസിൽ വരുന്നുണ്ട്. ഞാൻ അതിനെ കുറിച്ചൊന്ന് ചെറുതായിട്ട് പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് 18 ഗ്രേഡ്സിൽ 18 ഗ്രേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് വരിക? 9H to 7B വരെയാണല്ലേ വരുന്നത്. അപ്പൊ 9H to 7B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9H, പിന്നെ അവിടുന്ന് അങ്ങോട്ട് 9 ഗ്രേഡ്സ് ഉണ്ടാവും. പിന്നെ നമ്മൾ Hലേക്ക് എത്തുന്നു. H കഴിഞ്ഞിട്ട് പിന്നെ ഏതാണ്? F, പിന്നെ HB, പിന്നെ B, പിന്നെ അവിടുന്ന് അങ്ങോട്ടേക്ക് 7B വരെ അല്ലെ. ഇവിടെ 7 ഗ്രേഡ്സും ആണുള്ളത്. അപ്പം ഈ ഒരു കാര്യം നോക്കി വെക്കണം. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ H കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ F ആണ് കേട്ടോ വരിക. ഇത് ഒരുപാട് പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്ഷനിൽ Hഉം കൂടെ തന്നത് കൊണ്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ എളുപ്പമായിരിക്കും. പക്ഷെ ഇവിടെ H തരാണ്ട് F, HB, B എന്ന് പറഞ്ഞിട്ട് പിന്നെ അല്ലെങ്കിൽ 1B 2B എന്ന് പറഞ്ഞിട്ട് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നോക്കി വെക്കുക. ഈ 3 എണ്ണം മാത്രമാണ് തന്നിട്ടുള്ളതെങ്കിൽ ആൻസർ വരിക F ആണ്. Hഉം കൂടെ ഉണ്ടെങ്കിലാണ് H വരിക. മറിച്ച് Hഉം Fഉം തരാണ്ട് HB, B, 2B, 3B എന്ന് പറഞ്ഞ് തന്നു കഴിഞ്ഞാൽ HB ആണ് അല്ലെ ഹാർഡസ്റ്റ് വരിക. അപ്പം അത് നോക്കി വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇവിടെ നമ്മളടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോവിങ് പെൻസിൽ ലെഡ് ഈസ് ഹാർഡസ്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ HB ഉണ്ട്, B ഉണ്ട്, H ഉണ്ട്, F ഉണ്ട് അല്ലേ. അപ്പം H തന്നത് കൊണ്ട് തന്നെ H ആയിരിക്കും ഇവിടെ ആൻസർ വരിക. മറിച്ച് ഇവിടെ H തന്നിട്ടില്ലെങ്കിൽ ഓപ്ഷൻ D ഇല്ലേ F ആയിരുന്നു അല്ലേ ആൻസർ വരിക. ഇവിടെ നമുക്ക് Hന്റെ പകരം B ആണ് ഓപ്ഷനിലുള്ളതെങ്കിൽ അല്ലെങ്കിൽ 2B എന്നാണ് ആൻസർ ഓപ്ഷനിലുള്ളതെങ്കിൽ F ആയിരിക്കും ആൻസർ വരിക. അത് നോക്കി വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്കിവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ B ആണ് അല്ലെ. H ആണ് ആൻസർ വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 21 നോക്കാം. ദ ലെങ്ത് ഓഫ് സ്റ്റാൻഡേർഡ് 45 ഡിഗ്രി സെറ്റ് സ്ക്വയർ ഈസ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം 45 ഡിഗ്രി സെറ്റ് സ്ക്വയർ അല്ലെ. 45 ഡിഗ്രി സെറ്റ് സ്ക്വയറിന്റെ ലെങ്ത് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ A 20 സെന്റിമീറ്റർ, ഓപ്ഷൻ B 25 സെന്റിമീറ്റർ, ഓപ്ഷൻ C 30 സെന്റിമീറ്റർ, ഓപ്ഷൻ D 35 സെന്റിമീറ്റർ അല്ലെ. അപ്പൊ നമുക്ക് സെറ്റ് സ്ക്വയർ ഏതൊക്കെ ടൈപ്പിലാണ് വരുന്നത്? സെറ്റ് സ്ക്വയർ നമുക്ക് 2 ടൈപ്പിൽ വരുന്നുണ്ട് അല്ലെ. ഏതൊക്കെയാണ്? ജസ്റ്റ് ഒന്ന് വരച്ച് കാണിക്കാം. സെറ്റ് സ്ക്വയർ ഫസ്റ്റ് വരുന്നത് 30-60 അല്ലെ. 30-60 സെറ്റ് സ്ക്വയർ വരുന്നുണ്ട്. അപ്പൊ സൈസ് വരികയാണെങ്കിൽ ഇവിടെ ഇപ്പൊ 90, ഇവിടെ വരുന്നത് 30, ഇവിടെ 60 എന്നുള്ള രീതിയിൽ വരും. പിന്നെ നമുക്ക് വരുന്ന ഒരു സെറ്റ് സ്ക്വയർ ആണ് 45 ഡിഗ്രി അല്ലെ. 45 ഡിഗ്രി സെറ്റ് സ്ക്വയർ വരുന്നുണ്ട്. 45 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ 90 ആയിരിക്കും, ഇത് 45, ഇവിടെയും 45 എന്നുള്ള രീതിയിൽ അല്ലെ. അപ്പം ഈ ഒരു സെറ്റ് സ്ക്വയറിന്റെ ലെങ്ത് ഇമ്പോർട്ടൻ്റ് ആണ്. 30-60 സെറ്റ് സ്ക്വയർ ആണെങ്കിൽ 25 സെന്റിമീറ്റർ ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത്. 30-60 സെറ്റ് സ്ക്വയർ ആണെങ്കിൽ 25 സെന്റിമീറ്റർ ആണ് ലെങ്ത് വരുന്നത്. 45 ഡിഗ്രി ആണെങ്കിൽ 20 സെന്റിമീറ്റർ ആണ് കേട്ടോ അതിന്റെ ലെങ്ത്. 2 ലെങ്ത് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെക്കുക. ഇതിപ്പോൾ ക്വസ്റ്റ്യനിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന്. അപ്പം ഈ ഒരു 30-60 ഡിഗ്രി സെറ്റ് സ്ക്വയർ യൂസ് ചെയ്തിട്ട് നമുക്ക് 30 ആൻഡ് മൾട്ടിപ്പിൾസ് ആണ് അല്ലെ ചെയ്യാൻ പറ്റുക. 30 ആൻഡ് മൾട്ടിപ്പിൾസ് ആണ് ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെ 45 ഡിഗ്രീൻ്റെതാണെങ്കിലോ 45 ആൻഡ് ഇറ്റ്സ് മൾട്ടിപ്പിൾസ് ആണ് വരിക. പിന്നെ നമുക്ക് ഒരു ടി സ്ക്വയറും 2 സെറ്റ് സ്ക്വയർ യൂസ് ചെയ്യുകയാണെങ്കിൽ 15 ആൻഡ് ഇറ്റ്സ് മൾട്ടിപ്പിൾ ചെയ്യാൻ പറ്റും. ഒരു ടി സ്ക്വയറും പ്ലസ് 2 സെറ്റ് സ്ക്വയറും യൂസ് ചെയ്യുകയാണെങ്കിൽ 15 ആൻഡ് ഇറ്റ്സ് മൾട്ടിപ്പിൾസ് ചെയ്യാൻ പറ്റും. അത് ഓർത്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് ഇങ്ങനെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം അല്ലേ. ക്വസ്റ്റ്യനിൽ എന്താണ് ചോദിച്ചിട്ടുള്ളത്? ദ ലെങ്ത് ഓഫ് സ്റ്റാൻഡേർഡ് 45 ഡിഗ്രി സെറ്റ് സ്ക്വയർ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഓപ്ഷൻ A 20 സെന്റിമീറ്റർ, ഓപ്ഷൻ B 25 സെന്റിമീറ്റർ, ഓപ്ഷൻ C 30 സെന്റിമീറ്റർ, ഓപ്ഷൻ D 35 സെന്റിമീറ്റർ അല്ലേ. ഏതാണ് 45 ഡിഗ്രി സെറ്റ് സ്ക്വയറിന്റെ ലെങ്ത് വരുന്നത്? 45 ഡിഗ്രി സെറ്റ് സ്ക്വയർ ആണെങ്കിൽ ഓപ്ഷൻ A ആണ് അല്ലേ. 20 സെന്റിമീറ്റർ ആണ് ആൻസർ വരിക. അപ്പം ഓപ്ഷൻ A ആണ് ആൻസർ വരിക. ഇത്രയും ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിന്റെ തന്നെ വേണമെങ്കിൽ നമുക്ക് ഒരു സെക്ഷനും കൂടെ വെക്കാം അല്ലെ. അപ്പോൾ നമുക്ക് എക്സാം റിലേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ടൈം ടേബിൾ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസ് ആണ് ഇപ്പോൾ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു റിവിഷനും കൂടെ കറക്റ്റ് ആവട്ടെ എന്നുള്ള രീതിയിൽ മാക്സിമം എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് നമ്മൾ വീഡിയോ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക്
ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു ക്വസ്റ്റ്യൻസ് മാത്രമല്ല, നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റ് വെച്ചിട്ട് മാക്സിമം എത്ര ക്വസ്റ്റ്യൻസ് എവിടെ നിന്നൊക്കെ കിട്ടുന്നുണ്ടോ അതൊക്കെ വർക്കൗട്ട് ചെയ്യുക. പിന്നെ നിങ്ങളായിട്ട് സ്വന്തം ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ട് അതും കൂടെ വർക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോഴാണല്ലോ റിവിഷൻ കംപ്ലീറ്റ് ആവുക. അപ്പം എല്ലാവരും ആ ഒരു ടൈം ടേബിൾ പ്രകാരം നന്നായിട്ട് പഠിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പം ഓക്കെ, എല്ലാവർക്കും താങ്ക് യു.